ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോസ് അക്കാദമി. എല്ലാവർക്കും ടോസ് അക്കാദമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ LPUP നോട്ടിഫിക്കേഷൻ ഒക്കെ ഔട്ട് ആയിട്ടുണ്ട്. ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കകം തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് ഇതിനൊക്കെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുകൂടാതെ നമ്മുടെ PSC നമ്മുടെ എക്സാം LPUP LPയുടെ എക്സാം അതുപോലെ UP അസിസ്റ്റന്റ് എക്സാം ഈ രണ്ട് എക്സാമുകളും നടക്കാനുള്ള ഏകദേശം ആ ഒരു ടൈം പീരീഡും നമ്മുടെ കലണ്ടറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ആയിട്ടുണ്ട്. ഇനിയും തുടങ്ങാത്ത പഠനം കൃത്യമായിട്ട് ആരംഭിക്കാത്ത കുറെ ആളുകൾ ഉണ്ടാവും അല്ലെ. പക്ഷെ ഇങ്ങനെ ഒരു അവസരം വന്നു കഴിയുമ്പോൾ നമ്മൾ അല്ലെ പഠിച്ചില്ല അല്ലെങ്കിൽ പഠനം തുടങ്ങിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടുന്ന് ധൈര്യമായിട്ട് തുടങ്ങുക. അപ്പൊ ആദ്യമായിട്ട് നമുക്കൊരു വിശ്വാസം വെക്കുക, നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ള ആ ഒരു ബിലീഫ് നമ്മൾ വളർത്തിയെടുക്കുക. പിന്നെ ബാക്കിയുള്ളതെല്ലാം തന്നെ നമ്മളിലേക്ക് തന്നെ എത്തിക്കോളും. ഓക്കെ. അപ്പോൾ നമ്മുടെ ടോസ് അക്കാദമിയിൽ LPUPയുടെ കോച്ചിങ് ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നമ്മുടെ കോച്ചിങ്ങിൽ പങ്കെടുക്കാവുന്നതാണ്. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ അപ്പോൾ വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ, അരിസ്റ്റോട്ടലിന്റെ ഒരു കോട്ടാണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതും കേട്ടിട്ടുള്ളതും ആയ ഒരു കോട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ടോസ് അക്കാദമിയുടെ കൂടെ നല്ല ഒരു തുടക്കം LPUP എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് LPUP എക്സാമിന് നല്ല രീതിക്കുള്ള ഒരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ടോസ് അക്കാദമിയോടൊപ്പം ആരംഭിക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ, എക്സാമിന്റെ ഡേറ്റിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ പോവുകയാണെങ്കിൽ, LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ഇതിന്റെ ആ ഒരു ടൈം എന്ന് പറയുന്നത് 2024 ജൂലൈ ടു സെപ്റ്റംബർ ഈ ഒരു ടൈം പീരീഡിലാണ് നമ്മുടെ എക്സാം നടക്കാനായിട്ട് സാധ്യതയുള്ളത്. എന്തായാലും അതിന്റെ താഴേക്ക് വരാൻ സാധ്യതയില്ല, മേളിലേക്ക് പോയാൽ മാത്രമേ ഉള്ളൂ. എങ്കിലും നമുക്ക് മോസ്റ്റ് പ്രോബബിളി ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഈ എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം ഇനി 6-7 മാസമാണ് നമുക്കുള്ളത് അല്ലെ. അപ്പം ഈ ഒരു 6-7 മാസം നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് നേടിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഒരു എക്സാമിന് ഇറങ്ങുമ്പോൾ പല ലെവലിലുള്ള ആൾക്കാരുണ്ടാവും. PSCക്കൊക്കെ പ്രിപ്പയർ ചെയ്ത് നല്ല രീതിക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നവരും ഉണ്ടാവും. അതുപോലെ ഇതിനെക്കുറിച്ച് ജനറൽ PSC മറ്റു കാര്യങ്ങളെ കുറിച്ചോ പ്രത്യേകിച്ച് അങ്ങനെ ഒരു അറിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തവരും ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ, ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു എഫോർട്ടോട് കൂടി വർക്ക് ചെയ്തപ്പോൾ അവർക്ക് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ടോസ് അക്കാദമിയിൽ നോക്കുവാണെങ്കിൽ തന്നെ നമുക്ക് അങ്ങനെ ഒത്തിരി കേസുകൾ പറയാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ഒരു ബിഗിനർ ആണ്, നമുക്ക് ഇതിനെ കുറിച്ചൊന്നും വലിയ ധാരണ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പിൻവലിഞ്ഞ് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നമുക്ക് വലിയൊരു അവസരമാണ് വന്നിരിക്കുന്നത്. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പം ഇത് നല്ലൊരു ചാൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ നല്ല രീതിക്ക് ഇതിനു വേണ്ടി തയ്യാറെടുക്കുക. ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് ഇതിലേക്ക് വരുവാനായിട്ട് ശ്രമിക്കുക. ബിഗിനേഴ്സ് ആണെങ്കിലും പ്രശ്നമില്ല. പ്രത്യേകിച്ച് കോഴ്സ് കഴിഞ്ഞിട്ട് ഇറങ്ങുന്നവർ അല്ലെ, ടീച്ചിങ് B.Ed കഴിഞ്ഞിട്ട് ഇറങ്ങുന്നവർ, ജസ്റ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ, അവർക്കൊക്കെ നല്ലൊരു അവസരമാണ്. അതുകൊണ്ട് അത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ജൂലൈ ടു സെപ്റ്റംബർ ഈ ഒരു സമയത്ത് നമുക്ക് LPSTയുടെ എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ ഓക്കെ അപ്പൊ അടുത്തത് UP സ്കൂൾ ടീച്ചറിന്റെ 707/2023 കാറ്റഗറിയിൽ വരുന്ന എക്സാം ആണ്. ജൂൺ ഓഗസ്റ്റ് ഈ ഒരു ടൈം പീരീഡിൽ നമുക്ക് ഇതും പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ അപ്പം നമ്മുടെ സിലബസ് കണ്ടു കഴിയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുള്ളതായിട്ട് പലർക്കും തോന്നാം. അങ്ങനെയൊക്കെ അല്ലെ. പെട്ടെന്ന് ഇതിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളുകളെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുള്ളതായിട്ട് തോന്നും. പക്ഷെ എങ്കിലും നമുക്ക് നമ്മുടെ ബേസ് സ്ട്രോങ് ആക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പ്രീവിയസ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ എടുത്തു നോക്കുമ്പോൾ ഈ അടുത്ത കാലങ്ങളിൽ നടക്കുന്ന എക്സാമുകളുടെ ആ ഒരു പാറ്റേണും കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു രീതിയും കാര്യങ്ങളും ഒക്കെ കിട്ടും. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എന്ത് കാര്യമാണെങ്കിലും നമ്മൾ കൂടുതൽ തവണ അത് വർക്ക്ഔട്ട് ചെയ്യുന്തോറും നമ്മൾ അതിൽ എക്സ്പീരിയൻസ് ആയിക്കൊണ്ടിരിക്കും. അപ്പം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്തായാലും വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ അത്തരം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കതൊരു പ്രശ്നമല്ലാതായിട്ട് മാറും. അപ്പം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങളും പണ്ട് നമ്മൾ നേരത്തെ പഠിച്ചുകൊണ്ടിരുന്ന ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ പല സ്റ്റേറ്റ്മെന്റ് രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് ചോദിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആ കൃത്യമായിട്ടുള്ള രീതിയിൽ അതിനെ മനസ്സിലാക്കി ഉത്തരം എഴുതാനായിട്ട് സാധിക്കുക. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൂടുതൽ അത്തരം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ അതിനുള്ള അവസരമൊക്കെ നിങ്ങൾക്ക് ടോസ് അക്കാദമിയിൽ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ അപ്പൊ അതുപോലെ തന്നെ LPUPയുടെ കൂടെ തന്നെ നമുക്ക് സയന്റിഫിക് ഓഫീസർ എന്ന് പറഞ്ഞൊരു എക്സാമും വരുന്നുണ്ട്. അതും നല്ല ഒരു അവസരമാണ് എല്ലാവർക്കും. കെമിസ്ട്രി, ബയോളജി അതുപോലെ ഫിസിക്സ് ഇതിലെല്ലാം സയന്റിഫിക് ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കുള്ള എക്സാം വരുന്നുണ്ട്. ഒക്ടോബർ ടു ഡിസംബർ ഈ ഒരു ടൈമിലായിരിക്കും സയന്റിഫിക് ഓഫീസറിന്റെ എക്സാം നടക്കുന്നത് മോസ്റ്റ് പ്രോബബ്ലി. അപ്പം എല്ലാവർക്കും
വിജയാശംസകൾ നേരുന്നു. നിങ്ങൾക്ക് അല്ലെ നന്നായിട്ട് ഒരു തുടക്കം, നല്ലൊരു തുടക്കമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ടോസ് അക്കാദമിയിൽ ചേരുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.